ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ വീട്ടിലത്തെ കറികളെ വിശേഷങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫ് കൊണ്ടാണ് കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്യണമുണ്ട്, കുറച്ച് കറി വെക്കണം. ആദ്യം കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പൊരിക്കണുള്ളൂ കേട്ടോ, കുറച്ച് ഫ്രൈ ചെയ്യണുള്ളൂ, ബാക്കി കറിക്കാണ് എടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ചതവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ചതവൊക്കെ ഇട്ട് കൊടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ നല്ല ഫ്രൈ ആയി വരട്ടെ. ഞാൻ അടുത്തത് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കറി ഉണ്ടാക്കാൻ കുക്കറിൽ ബാക്കിയുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് രണ്ട് വെല്ലുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കുമ്പളം ഇടുന്നുണ്ട്. കുമ്പളം ബീഫുമാണ് കറി വെക്കണത്. അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. പല രൂപത്തിലും കറി വെക്കും ബീഫ്. ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെയാണ് കറി വെക്കണത്. കുമ്പളം ബീഫ് ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാനുണ്ട്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മുളക് പൊടി ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം. മല്ലിപ്പൊടി 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കറിക്കൊക്കെ മല്ലിപ്പൊടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് കുരുമുളക് ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കറിക്ക് പെരിഞ്ജീരകമൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഞാനത് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീറ്റ് മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കാൻ അങ്ങനെ പല മസാലകൾ ഇട്ട് കൊടുത്ത് കുറേ ടൈം വേണം ഒന്ന് അടുപ്പത്ത് വെച്ച് കിട്ടാൻ. പിന്നെ കുറച്ച് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി അടുത്തത് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ചതവ്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചതവ് ഇട്ട് കൊടുത്ത് ഞാൻ അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ആവശ്യത്തിനുള്ള വെള്ളം, കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു കയ്യിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല മസാലയൊക്കെ എല്ലാ കുമ്പളത്തിലും ബീഫിലൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുപ്പത്ത് വെച്ച് മൂടി വെക്കാം കേട്ടോ. 2 വിസിൽ വരട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പം അരി അരച്ച് വെച്ചിട്ട് ചൂടണ അപ്പം. അങ്ങനെ അപ്പം ചൂടുന്നുണ്ട്. ബീഫ് കറി കൂട്ടി കഴിക്കാമല്ലോ. നല്ല ടേസ്റ്റാണല്ലോ ബീഫ് കറി കൂട്ടി കഴിക്കാൻ. അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. എല്ലാ പണിയും ഒപ്പാണ് നടക്കുന്നത്. അങ്ങനെ അപ്പം ആയി അത് എടുക്കുകയാണ്. പിന്നെ അടുത്ത അപ്പം ചൂടാൻ, രണ്ടാമത്തെ അപ്പം ചൂടാനുള്ള ഇതിലാണ്. അങ്ങനെ അടുത്ത അപ്പം ചൂടുന്നുണ്ട്. ഇന്നിപ്പോൾ അപ്പമാണ്. ഓരോ ദിവസം ഓരോരോ കടികളല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതും എടുത്തു. അങ്ങനെ അപ്പം ചൂടലും അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ബീഫ് കറി വിസിൽ വെന്ത് വരുന്നുണ്ട്. കുമ്പളം വെന്ത് വരുന്നുണ്ട്. ഒരു പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുണ്ട്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി തൂമിച്ചിട്ട് ഉണ്ടാക്കും. അപ്പം ഞാൻ കടുകാണ് ഇടുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് വാടി വന്നിട്ട് പയർ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് പയറിട്ട് കൊടുക്കണം. പയർ അരിഞ്ഞ് കഴുകി വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി എടുക്കാം രാവിലെ കഴിക്കാൻ. ബീഫ് കറി പാനിയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാണ്ട്. നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ബീഫ് കറി. അവിടെ കടന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം.
മെഴുക്കുവരട്ടിയിൽ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി പൊടി ഇടും. ഞാൻ പച്ചമുളകെല്ലാം ഇടുന്നത് കാശ്മീരിയാണ്. കുറച്ച് കാശ്മീരി പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് മൂടി വേകാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് വേകാൻ വേണ്ടി അടച്ച് വെച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ അപ്പോൾ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്.